ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാം മച്ചവർക്ക് പുതിയൊരു കിടക്കാച്ചിട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി അടുത്തൊരു പുതിയ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ചാലഞ്ചിന്റെ പേരാണ് നമ്മൾ ലെറ്റർ ചാലഞ്ച് ഗൈസ്. നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ചാലഞ്ചിന്റെ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കും. ആ ഒരു ലെറ്റർ വെച്ച് തന്നെ നമ്മൾ പേര് പറയണം. പേരാണോ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നമ്മൾ ആൻസർ പറയണം. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ആദ്യം ആദ്യം തുടങ്ങുന്നത് മമ്മി മൂത്തവരുന്നല്ലേ, മമ്മിയുടെ സൈഡിൽ തന്നെ തുടങ്ങാം. ആരാ കൊടുക്കുന്നത്? ലേഡീസ് ഫസ്റ്റ്. അതെ, ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. ഓക്കെ, ആരാ കൊടുക്ക്, ഇത് കൊടുക്ക്. എന്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? വേണ്ട, ചോദിച്ചാൽ മതി. വലിയുള്ള അക്ഷരം ക. ഓക്കെ, വില്യമിക്ക് കായാണ് അക്ഷരം. അപ്പൊ നമുക്ക് 3 പേർക്ക് മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. കായാണ് അക്ഷരം. ഓക്കെ ഓക്കെ, വാ ചോദിക്കാം. വീട് എവിടെയല്ലേ? ഇവിടെ കക്കാട്ടില്. എന്തുവാ കഴിച്ച്? കുപ്പൂസ്. എന്നോട് പേരെന്നാ? കുഞ്ഞമ്മ. എന്നോട് ഇപ്പൊ കുത്തിയിരിക്കുക. എങ്ങനെയുണ്ട് ഇപ്പൊ വിശേഷമൊക്കെ? കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങോട്ടേക്കാ പോകുന്ന? അടുത്ത് കുട്ടനാട്. കുട്ടനാട്ടിൽ എന്താ വിശേഷം? അവിടെ കുറ്റി പറിക്കുക. പപ്പയുടെ പേരെന്നാ? കുട്ടപ്പൻ. അമ്മയുടെ പേര്? കുഞ്ഞമ്മ. ഈ കുഞ്ഞമ്മാൻ്റെ എവിടെയാ ഉള്ളത്? കൂത്താട്ടുകുളത്ത്. ഈ കൂത്താട്ടുകുളത്ത് നിങ്ങൾക്ക് എന്തോ പരിപാടി എന്തോ അവിടെ? അവിടെ കുറ്റി പറിച്ചോണ്ട് നടക്കുക തന്നെയാ. ഫാമിലി ആയിട്ട് കുറ്റിപ്പറി തന്നെ പരിപാടി? ആണോ? ഫാമിലി ആയിട്ട് കുറ്റിപ്പറി തന്നെ പരിപാടി. ഓക്കെ, അപ്പോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? 5 സെക്കൻഡ് സമയം കിട്ടുന്നുണ്ട്. കുപ്പി കഴുകുക. പൊതുവെ ജോലി തന്നെ കുപ്പി പറക്ക. അപ്പോ ഉച്ചക്കാണ് കഴിച്ചേ? കഞ്ഞി. 5 സെക്കൻഡേ കിട്ടത്തുള്ളൂ. കപ്പ കറി വെച്ചായിരുന്നു. അത് കപ്പ കറി വെച്ചായിരുന്നു. കപ്പ കറി വെക്കും. മീൻകൂട്ടം പോലെ കപ്പ കറി വെക്കും. അപ്പോ എത്ര വയസ്സായി? 5 സെക്കൻഡേ ഉള്ളൂ. അങ്ങനെ കറക്കടത്തി 50 വയസ്സാ പറഞ്ഞു കാണിക്കത് ബോധം വന്നില്ല. ഓക്കെ, അപ്പൊ ഏകദേശം നല്ലപോലെ പിടിച്ചു വന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളെ നോക്കാം. അടുത്ത ആള് നമ്മുടെ ആരാ? ഓക്കെ, അക്ഷിത്. ഉണ്ണിച്ചാച്ചിക്ക് കൊടുക്കാം. ഉണ്ണിച്ചാച്ചിക്ക് ഞാൻ കൊടുക്കുന്ന അക്ഷരം വ. ഓക്കെ, എന്താ പേര്? വരുൺ. വരുൺ എവിടെ താമസിക്കുന്നത്? വാനമ്പാടിയിൽ. വാനമ്പാടി എന്താ ജോലി? വണ്ടി ഓടിക്കുക. ഏതാ വണ്ടി? വാനാണ്. അപ്പോ എന്താ പഠിച്ചേ? വിയോം സോഫ്റ്റ്വെയർ. അതെന്ത് സംഭവം? എനിക്ക് അറിയത്തില്ല. എന്ത് സോഫ്റ്റ്വെയർ ആണ് അതെ. അപ്പോ അടുത്ത തന്നെ പരിപാടി? അടുത്ത എന്തോ പരിപാടി? എന്താ ഇപ്പൊ? വർക്കിന് പോകണം. ഓക്കെ, വർക്കിന് നിങ്ങൾക്ക് അവിടെ കൊളീഗ്സ് ഒക്കെ ഉണ്ടോ? വണ്ടികളുണ്ട്, വണ്ടിക്കത്തല്ല പോകണം. വർക്കല്ലേ? വർക്കല്ലേ? അപ്പൊ ആദ്യം പറഞ്ഞ വാനമ്പാടിയാണ്, ഇപ്പൊ വർക്കല്ലേ? അല്ല, വണ്ടി ഓടിച്ചു നടക്കുന്നുണ്ട്. നമുക്ക് ലൊക്കേഷൻ വേറെ വേറെ ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പേരിന്? വിനീത്. ഉണ്ടോ? വണ്ടിയാണ് ഫേവറേറ്റ് ലവർ. അങ്ങനെ വണ്ടിയാണ് എല്ലാ ജീവിതവും. അപ്പോ ഈ വണ്ടിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? വയനാട്. പപ്പയുടെ പേര്? വർക്കി. വിനീത. ഞാൻ ചോദിക്കാം, ഇത് വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാ? പാട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പാർട്ട് വണ്ടിയിൽ? വയറിംഗ് ഒക്കെയാണ് നോക്കുന്നത്. അപ്പൊ ഈ വയറിംഗ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ അതിൽ ഏതൊക്കെയാ മിസ്റ്റേക്ക് നോക്കാറുണ്ടോ? വർക്ക്ഷോപ്പ് വരെ നോക്കാറുണ്ട്. അപ്പൊ ഈ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നവന്റെ പേരെന്നാ?
വർക്കി. അപ്പന്റെ പേര് വർക്കി. ബാക്കി വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ആളുടെ ഒരു ബാക്കിയതാ. വണ്ടിയാണല്ലോ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പം വർക്ക്ഷോപ്പ് അപ്പനുണ്ട്. അങ്ങനെ എനിക്ക് വണ്ടിയില് അപ്പൊ വർക്ക്ഷോപ്പിൽ അപ്പൊ അപ്പനെ വിളിക്കുന്നത് വർക്കി തന്നെയാണ്. വർക്കി നല്ല വിളിക്കുന്നേ. സഹോദരന്മാരുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ വിനായനായിട്ട് വിനായകൻ 2 സഹോദരന്മാരുടെ പറഞ്ഞു. അപ്പൊ തോറ്റു. അപ്പൊ ഒന്ന് ചാൻസ് തോറ്റു. അടുത്ത് ആരാ? ഓക്കെ, വാവനെ ചോദിച്ചോളൂ. ഓക്കെ ലെറ്റർ വന്ന് ആർക്ക് വേണം ചോദിക്കാം. ഞാനാണ് പറയണത്. ലെറ്റർ വന്നിട്ട് മായ. ഭാവിനെ പറയണ്ടല്ലേ? ഓ ഞാൻ പറയാം. ഓക്കെ നീ മായാണോ ഉദ്ദേശിച്ചത്? ഞാനത് ഉദ്ദേശിച്ചു. ഓക്കെ, മായാണല്ലേ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴ നല്ലപോലെ ഉണ്ട്. മഴ ഇഷ്ടമാണോ? മഴ ഇഷ്ടമാണ്. എന്താ കഴിച്ചേ? മാങ്ങക്ക് കൂടെ എന്തുവാ ഇഷ്ടം? മാങ്ങയുടെ കൂടെ മാങ്ങാണ്ടി. മാങ്ങണ്ടി കഴിക്കാറുണ്ടോ? മാങ്ങാണ്ടി കഴിക്കാറുണ്ട്. മാങ്ങ ടേസ്റ്റ് ഉണ്ടായിരുന്നോ? മാങ്ങ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ മാങ്ങ ഇട്ട് പറയുന്നു. ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? ടിക് ടിക് 1, ടിക് ടിക് 2. മാനത്തൂടെ പറക്കുന്ന വണ്ടി. മാനത്ത് കൊടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനത്തത്? മാനത്തൂടെ പറക്കുന്ന എല്ലാ വണ്ടികളും എനിക്കിഷ്ടമാണ്. മാനത്തോടെ പറക്കുന്ന വണ്ടി ഏതാണ്? മാനത്തൂടെ പറക്കുന്ന വണ്ടി എയർപ്ലെയിനാണ്. എയർപ്ലെയിൻ പോലും ഇഷ്ടമാണോ? മാനത്തൂടെ പറക്കുന്നതാണല്ലോ, എനിക്കത് ഇഷ്ടമാണ്. പപ്പയുടെ പേരെന്തോ? മാമലൻ. അമ്മയുടെ പേര്? അമ്മയുടെ പേരാ? അമ്മയുടെ പേര് മാമലാണ്ടി. മാമലാണ്ടി അങ്ങനെ പേരുണ്ടോ? അത് ഞങ്ങളുടെ നാട്ടിലിടുന്ന പേരാ. അത് മലയാളത്തിൽ ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വാവയാണ്. ഓക്കെ, വാവയ്ക്ക് ഞാൻ കൊടുക്കാം. ഓക്കെ, ലാ വെച്ച്. ഓക്കെ, വാവയ്ക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, എന്താ പേര്? ലാലി. ലാലി എവിടെ ജീവിക്കുന്നത്? ലക്ഷദ്വീപില്. ഈ ലക്ഷദ്വീപിൽ ആരൊക്കെയുണ്ട്? ലാലു. ഈ ലാലി പെണ്ണുങ്ങളുടെ പേരില്ല, ആണുണ്ടോ? ലാലി ആൺകിടും പെൺകിടും. അപ്പൊ ഇവിടുന്ന് ലക്ഷദ്വീപ് തൊട്ട് എങ്ങനെയാ ട്രാവൽ ചെയ്യണേ? അത് ലാലി വണ്ടിക്കകത്ത് പോയി. അതെ, അപ്പൊ നോട്ട് ചെയ്തില്ല അത്. അതെ നോട്ട് ചെയ്തില്ല അത്. കുട്ടനാട്ടിൽ എന്താ വിശേഷം? അവിടെ കുറ്റി പറിക്കുക. ഈ കുഞ്ഞുമാൻറ്റി എവിടെയാ ഉള്ളത്? കൂത്താട്ടുകുളത്ത്. നോട്ട് ചെയ്തില്ല അത്. തോറ്റു. അപ്പൊ ഇതിനകത്ത് എനിക്ക് ജോൺ ജയിച്ചേക്കുന്ന ആരായിരുന്നു? അത് നിച്ചാച്ചാ? അത് വലിയ വെല്ലുമ്മയാന്ന് തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് ജയിച്ചിരിക്കുന്നത് വെല്ലുമ്മയാണ്. ഒത്തിരി സമയം സർവൈവ് ചെയ്തത് സെക്കൻഡ് ഉണ്ണിച്ചാച്ചയാണ്. അപ്പൊ എല്ലാവരും കൈയോടെ കൊടുത്ത്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ അടിപൊളി ചലഞ്ചായിട്ട് നമ്മൾ ലെറ്റർ ചലഞ്ച് നമ്മൾ അടിപൊളി ഡ്രസ് അടിച്ചത് എല്ലാവരും വെറൈറ്റി ആയിട്ട് ചെയ്തു. നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ്, നമ്മള് പറയുന്ന പോലെ ഒന്നുമല്ല. അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പറയാൻ കുറച്ച് കഷ്ടപ്പാട്. അപ്പൊ സഡൻ ചോദിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളത് ഓർത്ത് വരുമ്പോൾ നമ്മുടെ മൈൻഡ് ചില വർക്ക് ആവുന്നില്ല, നമ്മുടെ മൈൻഡ് അങ്ങ് ഇതായി പോവുക. അപ്പൊ അത് വരുമ്പോൾ ഇവിടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പെണ്ണുങ്ങളുടെ പേര് ആണുങ്ങൾക്ക് പറയുന്നത്, ആണുങ്ങളുടെ പേര് പെണ്ണുങ്ങളെ എന്താണ്ടൊക്കെ നമ്മൾ പറയുന്നത്. അന്നേരം നമുക്ക് പെണ്ണുങ്ങളുടെ ആണെങ്കിലും പേര് തന്നെ നമുക്ക് അവിടെ പേരാണ് വെക്കും, ചിലപ്പോൾ പേരുകൾ എന്തെങ്കിലും ഇടും. അപ്പൊ നല്ല രസമായിട്ട് ചെയ്തു, നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ പെർഫോമൻസിന് താഴെ കമന്റ് ചെയ്യണേ. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ ചലഞ്ചൊക്കെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നല്ല രസമാണ് കളിക്കാനൊക്കെ. അപ്പോ ഗായ്സ്, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ തന്നെ വരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ക്രിയേറ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.